ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ചോറിൻ്റെ കൂടെയും സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ തോലൊന്ന് കൈവച്ച് ഇളക്കിയെടുക്കണേ. അത് ഞാൻ 3 എടുത്ത് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നല്ലപോലെ തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങാക്കൂട്ടൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു വലിയ വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 2 അല്ലിയൊക്കെ ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് നല്ല പേസ്റ്റാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ നല്ല പേസ്റ്റാക്കി ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയമാണ് ഞാനതൊന്ന് വേവിച്ചെടുത്തത്. നമുക്കിനി സ്പൂൺ വെച്ചിട്ട് ഈ മാങ്ങയൊന്ന് കുത്തി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിൻ്റെ പൾപ്പൊക്കെ ഈ കറിയിലോട്ടൊന്ന് ഇറങ്ങി വരാനായിട്ടാണ്. അപ്പോൾ കറിക്കൊരു തിക്നെസ്സും കിട്ടും, ടേസ്റ്റും കൂടും. അപ്പം ഞാൻ ഇത് മുഴുവനായിട്ടും കുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ തേങ്ങാക്കൂട്ട് ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കറിയുടെ എല്ലാ ഭാഗത്തും ഈ തേങ്ങാക്കൂട്ടൊന്ന് എത്തണം. അതുവരെ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങാക്കൂട്ടൊക്കെ ഇളക്കി എടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം എന്താ നമ്മുടെ കറിയൊക്കെ ഒരു 5 മിനിറ്റിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കറിയൊക്കെ ഒന്ന് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈര് ഒന്ന് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്, ഹാൻഡ് ബീറ്റ് ചെയ്തെടുത്തതാണ്. ആ തൈര് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 3/4 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത ശേഷം ഈ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ കറിയിലോട്ട് താളിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ എടുത്ത് അതിൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഇനി അതിലോട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 3 വറ്റൽമുളക് കീറിയിട്ട് എടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട ശേഷം നമ്മുടെ കറിക്കൊക്കെ ഒരു കളർ വരാനും ചെറുതായിട്ടൊന്ന് കൂടി എരിവ് മുന്തി നിൽക്കാനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കറി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറി. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ ഈ കറി മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ കറി വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണേ.